സ്വയം പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് യുവർ സെൽഫ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രോത്സാഹനം. പ്രായഭേദമന്യേ എല്ലാ മനുഷ്യർക്കും പ്രോത്സാഹനം ആവശ്യമാണ്. എല്ലാ സമയത്തും ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? നാം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ചിലർ വലിയ അളവിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. വേറെ ചിലർ ചെറിയ രീതിയിലാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. ചിലർ വളരെ അപൂർവമായി മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു. ചിലർ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇനി മറ്റു ചിലരുടെ കാര്യമാണെങ്കിൽ അവർ ആരുടെയും പ്രോത്സാഹനം ആഗ്രഹിക്കാറുമില്ല. എന്നാൽ വളർച്ചയുടെ ഏത് ഘട്ടത്തിലും ഏതു മനുഷ്യനും പ്രോത്സാഹനം ആവശ്യമാണ്. നിങ്ങളെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? പ്രോത്സാഹനം ഏതു മനുഷ്യനും അവൻ്റെ പുരോഗതി പ്രാപിക്കുവാനുള്ള യാത്രയിൽ തികച്ചും അനിവാര്യമായ ഒന്നത്രേ പ്രോത്സാഹനം. നിർഭാഗ്യവശാൽ നമുക്കെല്ലാവർക്കും എപ്പോഴും പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്രകാരമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തു ചെയ്യണം? ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. ആരും നമ്മെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ നാം സ്വയം പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് പ്രോത്സാഹനം മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഊർജമാണ്. മറ്റുള്ളവർ വന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് നാം കാത്തിരിക്കുകയാണെങ്കിൽ ആ കാത്തിരിപ്പ് മിക്കവാറും നിരാശയിൽ പര്യവസാനിക്കുവാനാണ് സാധ്യത. Why should we wait for others to come and pat on our shoulder? അതെ, മറ്റുള്ളവർ വന്ന് തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നാം എന്തിന് കാത്തിരിക്കണം? ശരിയല്ലേ? If they don't come, what shall we do? ഇനി അവർ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? Let us encourage ourselves. ഒരു ഉദാഹരണം പറയാം. 100 തൂണുകളിൽ പണിയുന്ന ഒരു പാലം, അത് ഓർക്കുക. അതിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി. ആളുകൾ കഠിനമായി ജോലി ചെയ്യുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞ പണി എന്നത് കേവലം ഒരു തൂണ് മാത്രമാണ്. കാഴ്ചക്കാരും വഴിയാത്രക്കാരും പറയും, ഇത്രയും നാളായിട്ട് ഒരു തൂണാണോ ഇവർ തീർത്തത്? പക്ഷേ പാലത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ പറയും, ഇനി 99 എണ്ണമേ ഉള്ളുവല്ലോ. ആ വ്യക്തി മറ്റുള്ളവരുടെ നിരുത്സാഹ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വയം പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇനി 99 തൂൺ മാത്രം. He encourages himself because he could accomplish something. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണമുണ്ട്. ഏറ്റവും ചെറിയ വിജയത്തിലും നാം നമ്മെ തന്നെ എൻകറേജ് ചെയ്യുക. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരമായ നേട്ടത്തിന് നമുക്ക് കിട്ടുക നിരുത്സാഹമായിരിക്കാം. പക്ഷേ we should encourage ourselves saying, I could accomplish this much. എനിക്ക് ഇത്ര നേടുവാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സ്വയം പ്രോത്സാഹിപ്പിക്കുക. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ രാജുവിൻ്റെ റാങ്ക് 50 ചില മാസങ്ങൾ രാജു കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. പിന്നീട് നടന്ന പരീക്ഷയിൽ രാജുവിൻ്റെ റാങ്ക് 49. രാജുവിൻ്റെ നേട്ടം നമുക്ക് വലുതായിരിക്കണമെന്നില്ല, പക്ഷേ ഫോർ ഹിം ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അവനെ സംബന്ധിച്ച് അത് വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ ഹീ എൻകറേജസ് ഹിംസെൽഫ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് സ്വയം പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയണം. സെൽഫ് എൻകറേജ്മെൻറ്റ് നമ്മെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കും. മുമ്പ് സൂചിപ്പിച്ച രാജുവിൻ്റെ കാര്യം ഓർക്കുക. രാജു 1 റാങ്ക് വാങ്ങിയാൽ പ്രോത്സാഹിപ്പിക്കുവാനിരിക്കുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്.
ആ സമൂഹത്തിന് രാജുവിൻ്റെ 49ാമത്തെ റാങ്ക് നേട്ടം ഒന്നുമല്ല. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏറ്റവും വലിയ രാജാവായിരുന്നു ദാവീദ്. ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വലിയ നഷ്ടം നേരിട്ടു. തൻ്റെ കുടുംബം, തൻ്റെ സമ്പത്ത്, സകലവും തനിക്ക് നഷ്ടമായി. കൂടെയുണ്ടായിരുന്നവർ പോലും അവനെതിരെ തിരിഞ്ഞു. അവർ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷെ ദാവീദ് സ്വയം പ്രോത്സാഹിപ്പിച്ചു. ഡേവിഡ് എൻകറേജഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. അതുകൊണ്ടാണ് he could accomplish much in his days. ആ സ്വയം പ്രോത്സാഹനമാണ് ദാവീദിനെ കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ സഹായിച്ചത്. Let us also encourage ourselves regardless of the nature and size of our accomplishments. നമ്മുടെ നേട്ടങ്ങൾ വലുതോ ചെറുതോ എന്തുമാകട്ടെ, നമുക്ക് നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.